അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ഇൻ്റഗ്രൽസ് ആണ്. നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത് ഇൻഡെഫിനിറ്റ് ആണ്, ലിമിറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വരുമ്പോൾ ലിമിറ്റ് കൂടി വരുന്നേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ ഇൻ്റഗ്രേഷൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 1 മുതൽ 4 വരെ 2dx. അപ്പോൾ ഇവിടെ നോക്കൂ, ഇൻ്റഗ്രലിന് ലിമിറ്റ് തന്നിട്ടുണ്ട്. 1 മുതൽ 4 വരെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇതിന് നമ്മൾ പറയുന്ന പേര് ലോവർ ലിമിറ്റ് എന്നും ഇതിനെ നമ്മൾ അപ്പർ ലിമിറ്റ് എന്നുമാണ് പറയുന്നത്. ഇനി സാധാ ഇൻ്റഗ്രേഷൻ നമ്മൾ എങ്ങനെ ചെയ്യും? 2 കോൺസ്റ്റൻ്റ് ആണ്, 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് എന്ന് എഴുതുക. ഇവിടെ പ്ലസ് സിയുടെ ആവശ്യമില്ല, ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് നമ്മൾ ലിമിറ്റ് 1 മുതൽ 4, ഇവിടുത്തെ ഓർഡർ ഏതാണോ അത് തന്നെ നമ്മളിവിടെ എഴുതും. 1 മുതൽ 4 വരെ ഈക്വൽ ടു 2 ഇൻറ്റു, ഇനി നമ്മൾ ഇൻ്റഗ്രേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അത് എപ്പോഴും ഓർമ്മ വേണം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 4, ആദ്യം എക്സിന് 4 ഇട്ട് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് 1 ആണ്, എക്സിന് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈക്വൽ ടു 2 ഇൻറ്റു 4 മൈനസ് 1 3 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 6. ഇവിടെ സി ഇടരുത്, തെറ്റാണ്, കോൺസ്റ്റന്റ് ഇല്ല, പകരം നമുക്ക് ലിമിറ്റ് തന്നിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് 6. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ -1 മുതൽ 2 വരെ x + 2 dx. ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ഈക്വൽ ടു സാധാ ഇൻ്റഗ്രേഷൻ അനുസരിച്ച് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x²/2 പ്ലസ് 2ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 2x. നമുക്കിവിടെ ലിമിറ്റ് ഉണ്ട് -1 മുതൽ 2 വരെ. അപ്പോൾ ലിമിറ്റ് വരുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 2, എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം 2 കൊടുക്കുക. അപ്പോൾ 2²/2 പ്ലസ് 2 ഇൻറ്റു 2 അപ്പർ ലിമിറ്റ്, ഇതിനകത്തോട്ട് അപ്പർ ലിമിറ്റ് മൊത്തവും കൊടുത്തു കഴിഞ്ഞു. മൈനസ് അടുത്ത് നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. മൈനസ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മസ്റ്റാണ്. മൈനസ് വന്നു കഴിഞ്ഞാൽ അടുത്ത് എഴുതാൻ പോകുന്ന ടേംസ് ബ്രാക്കറ്റിനകത്തേ എഴുതാൻ പാടുള്ളൂ. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് -1. അപ്പോൾ -1ൻ്റെ സ്ക്വയർ ബൈ 2 പ്ലസ് 2 ഇൻറ്റു -1 ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഈക്വൽ ടു 2². സ്ക്വയറിൽ നമുക്കിവിടെ ഒരു 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. മറ്റൊരു 2² എന്ന് പറഞ്ഞാൽ 4/2 അഗെയിൻ എന്ത് തന്നെ വരും? 2 പ്ലസ് 2 ഇൻറ്റു 2 4 മൈനസ് ബ്രാക്കറ്റിനകത്ത് -1ൻ്റെ സ്ക്വയർ 1 ആണ്, അപ്പോൾ 1/2. 2 ഇൻറ്റു -1 എന്ന് പറയുന്നത് -2. അപ്പോൾ ഈക്വൽ ടു 2 + 4 എന്ന് പറയുന്നത് 6 മൈനസ് 1/2. ഈ മൈനസും കൂടെ പ്ലസ് ആവും, അപ്പോൾ +2. എഗെയിൻ നമുക്ക് ഇവിടുത്തെ 6നെയും 2നെയും കൂടെ കൂട്ടാം. 6 + 2 എന്ന് പറയുന്നത് 8 മൈനസ് 1/2. 8 നര പോയാൽ 8 × 2 16, 16 - 1 15. അപ്പോൾ ആൻസർ 15/2. ഇത്രയൊന്നും നിങ്ങൾ എഴുതി കണ്ടുപിടിക്കണം എന്നില്ല. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കാൽക്കുലേറ്ററിനകത്തോട്ട് ഈ വാല്യൂസ് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 15/2 എന്ന് തന്നെ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 മുതൽ 1 വരെ √1 - x² dx. നമ്മൾ നേരത്തെ പഠിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇൻ്റഗ്രേഷൻ്റെ ഫോർമുലാസിൽ ഒരു ഫോർമുലയാണ് ഇൻ്റഗ്രൽ √a² - x² എന്ന് പറയുന്നത് x/2 √a² - x² പ്ലസ് a²/2 sin ഇൻവേഴ്സ് x/a പ്ലസ് c. അപ്പോൾ ഈ ഫോർമുലയുടെ സഹായത്തോടെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യനിൽ ഓരോ ഫോർമുല പഠിക്കുമ്പോൾ അത് അപ്പോഴെപ്പോഴും തന്നെ അങ്ങ് പഠിച്ചു പോയാൽ മതി. ഇതൊക്കെ +2 ലെവലിലുള്ള ഫോർമുലാസ് ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ √a² - x² dxൻ്റെ ആൻസർ എന്ന് പറയുന്നത് x/2 √a² - x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് c. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫോർമുല. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. ഇവിടെ നമുക്ക് എയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ ഇവിടെ എ വരുന്നിടത്തെല്ലാം ആരെ കൊടുത്താൽ മതി? 1നെ കൊടുത്താൽ മതി. ഈ ലിമിറ്റ് അവിടെ നിന്നോട്ടെ. ആദ്യം x/2 √a പകരം 1. അപ്പോൾ 1² എന്ന് പറയുന്ന 1 തന്നെയാണ്, 1 - x² പ്ലസ് 1² 1/2 സൈൻ ഇൻവേഴ്സ് x/1 പ്ലസ് സിയുടെ ആവശ്യമില്ല, കാരണം ഇവിടെ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ആണ്. ലിമിറ്റോ 0 മുതൽ 1 വരെ. അപ്പോൾ ഈക്വൽ ടു നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2 √1 - എക്സിന് പകരം 1 കൊടുക്കുക. അപ്പോൾ 1² 1 തന്നെയാണ്, പ്ലസ് 1/2 സൈൻ ഇൻവേഴ്സ് x/1 എന്ന് പറഞ്ഞാൽ എക്സ്. ഇനി എക്സിന് പകരം ആരെ കൊടുക്കുക? 1. അപ്പോൾ അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0/2 √1 - 0 പ്ലസ് 1/2 സൈൻ ഇൻവേഴ്സ് 0 എന്ന് വരും. അടുത്ത് ഈക്വൽ ടു √1 - 1 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ 0 × 1/2 ഇത് 0 പ്ലസ്
1/2 സൈൻ ഇൻവേഴ്സ് 1 മൈനസ് ലിമിറ്റിനകത്ത് 0/2 0 ആണ്. 0 ഇൻറ്റു ആരെ ചെയ്താലും 0 പ്ലസ് 1/2 സൈൻ ഇൻവേഴ്സ് 0 ഈക്വൽ ടു, ഇനി നമ്മുടെ കയ്യിലുള്ളത് 1/2 സൈൻ ഇൻവേഴ്സ് 1, ഈ മൈനസ് ഈ പ്ലസും കൂടെ മൈനസ് ആവും, മൈനസ് 1/2 സൈൻ ഇൻവേഴ്സ് 0 എന്ന് വരും. ഇനി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രികളുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സൈനിൻ്റെയും കോസിൻ്റെയും ഒക്കെ വാല്യൂസ് 10ലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 0, 30, 45, 60, 90 സൈനിൻ്റെ വാല്യൂ കോസിൻ്റെ വാല്യൂ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സൈനിൻ്റെത് 0, 1/2, 1/√2, √3/2, 1. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ സൈനിന് എപ്പോഴാണ് 1 എന്ന് പറയുന്ന വാല്യൂ വന്നത്? സൈനിന് എപ്പോഴാണ് 1 എന്ന് പറയുന്ന വാല്യൂ വന്നത്? 90 ഡിഗ്രിയിൽ. 90ൽ കറസ്പോണ്ട് റേഡിയൻ വാല്യൂ എന്ന് പറഞ്ഞാൽ π/2. ഇതിവിടെ പഠിച്ചിരിക്കുക. ഇത് 0 തന്നെയാണ്. ഇത് π/6, π/4, π/3 ആൻഡ് π/2. ഇതാണ് കറസ്പോണ്ടിങ് റേഡിയൻ വാല്യൂ. അപ്പോൾ സൈനിന് എപ്പോഴാണ് 1 കിട്ടിയത്? സൈനിന് 1 കിട്ടിയത് 90ലാണ്. 90 എന്ന് പറഞ്ഞാൽ π/2 വിച്ച് ഈസ് ഇക്വൽ ടു 1/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1ന് പകരം π/2. ഇനി മൈനസ് 1/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ സൈനിന് എപ്പോൾ 0 കിട്ടിയെന്ന് നോക്കുക. സൈനിൻ്റെ ഉത്തരം 0 ആയത് എപ്പോഴാണ്? 0 ഡിഗ്രിയിൽ. അപ്പോൾ ഇവിടെ 0 എന്ന് വരും ഈക്വൽ ടു, അപ്പോൾ ഇത് 1 × 0 0 ഇത് മൊത്തത്തിൽ അങ്ങ് പോകും. പിന്നെ ഉള്ളത് 1 × πയും ബൈ 2 × 2 4. സോ ദ ആൻസർ ഈസ് π/4. അപ്പോൾ ഇതൊന്നും കൂടി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതൊന്ന് കാണുക. കാരണം ഇവിടെ എക്സ്ട്രാ നമുക്കൊരു ഫോമുലയൊക്കെ വന്നിട്ടുണ്ട്, അതിനകത്തോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഇതിനകത്ത് വരും. ഈ ഇൻവേഴ്സ് വരുന്നതുകൊണ്ട് ഈ -1 വരുന്നതിനാണ് നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ഉപയോഗവും അതിൻ്റെ വാല്യൂസും വെച്ചിട്ടാണ് നമുക്ക് ഫൈനൽ ആൻസർ ഇവിടെ π/4 എന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ 2 പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ a to a f(x) dx, അതായത് ലിമിറ്റ് സെയിം ആണ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒരേ ആൾക്കാരാണ് വരുന്നതെങ്കിൽ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഉത്തരം ഉറപ്പായിട്ടും എന്ത് തന്നെയായിരിക്കും? 0. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താലും ഉത്തരം എന്തെന്നേ കിട്ടുള്ളൂ? 0. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻ്റഗ്രൽ 1 to 1 x² dxൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0. ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ലിമിറ്റ് സെയിം, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെയിം ആണെന്നുണ്ടെങ്കിൽ ആൻസർ ഉറപ്പായിട്ടും 0 ആയിരിക്കും. ഇനി അടുത്തത് ഇൻ്റഗ്രൽ b to a f(x) dx. ലിമിറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ബിയിൽ നിന്ന് എയിലോട്ടാണ്. എനിക്ക് ലിമിറ്റിനെ തിരിച്ചെഴുതണം. a മുതൽ b വരെ ആക്കണമെങ്കിൽ എന്തിട്ടാൽ മതി? ഒരു എക്സ്ട്രാ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അതായത് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റുകൾ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം ഒരു നെഗറ്റീവ് ഉണ്ടാവും. b മുതൽ a വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും a മുതൽ b വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും സെയിം ആയിരിക്കും, പക്ഷെ ഒരു നെഗറ്റീവും കൂടെ ഉണ്ടാവും. അതായത് നമ്മൾ ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഇൻ്റഗ്രൽ 0 to 1 √1 - x² dxൻ്റെ വാല്യൂ എന്ന് പറയുന്നത് π/4 ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഇൻ്റഗ്രൽ 1 മുതൽ 0 വരെ √1 - x² dxൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 മുതൽ 1 വരെ ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ π/4 കിട്ടിയാൽ 1 മുതൽ 0 വരെ ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എന്തായിരിക്കും? ഇതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും, -π/4. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി, ഇതിങ്ങനെ കിട്ടും. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇൻ്റഗ്രൽ 0 to 1 5 - 3 √1 - x² dx. ഇൻ്റഗ്രൽ 0 to 1 5 - 3 × √1 - x² dx. അപ്പോൾ ഞാൻ ആദ്യം ഇതിന് ഇൻ്റഗ്രലിൽ സ്പ്ലിറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രൽ 0 to 1 5 dxനും കൊടുത്തു, -3 കോൺസ്റ്റൻറ്റ് വെളിയിലിട്ടു. ഇൻ്റഗ്രൽ 0 to 1 √1 - x² dx. ഇങ്ങനെ നമുക്ക് മൈനസൊക്കെ വരുമ്പോഴത്തേക്ക് മൈനസും പ്ലസും വരുമ്പോൾ ഇൻ്റഗ്രലിൽ സ്പ്ലിറ്റ് ചെയ്ത് 2 പേർക്കായിട്ട് കൊടുക്കുക. ഇത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ഞാൻ ഡിഫൈൻ ചെയ്തില്ല എന്നേ ഉള്ളൂ. ടെക്സ്റ്റിൽ പ്രോപ്പർട്ടി പറയുന്നുണ്ട്, ജസ്റ്റ് അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മൈനസും പ്ലസും വരുമ്പോൾ ഇൻ്റഗ്രൽ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. കോൺസ്റ്റൻറ്റ് കിടപ്പുണ്ടെങ്കിൽ അയാൾ നമുക്ക് പുറത്തോട്ട് ഇറക്കാം. ഇനി 5 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. 1ൻ്റെ ഇൻ്റഗ്രൽ x ആണ്. ലിമിറ്റ് 0 മുതൽ 1 വരെ -3 ഇൻറ്റു ഇതിപ്പോൾ നമ്മൾ ചെയ്തതേ ഉള്ളൂ. ഇൻ്റഗ്രൽ 0 to 1 √1 - x² dxൻ്റെ വാല്യൂ π/4. ഒന്നുകിൽ ഇത് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് കാണാതെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, 0 to 1 വന്നാൽ മാത്രമേ ഉത്തരം π/4 എന്ന് വരികയുള്ളൂ. വേറെ ലിമിറ്റാണ് വരുന്നതെങ്കിൽ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ വേറെ ആയിരിക്കും. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് π/4. ഇനി അവിടെ ഒന്നും ചെയ്യേണ്ട, കാരണം ലിമിറ്റോടുകൂടി നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ആയിരുന്നു π/4 ഈക്വൽ ടു. ഇനി ഇവിടെ കൊടുക്കാനുണ്ട് 5 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുക 1 മൈനസ് എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുക 0 -3 π/4. അപ്പോൾ 1 × 5 എന്ന് പറയുന്നത് 5 തന്നെയാണ്. അപ്പോൾ ആൻസർ 5 - 3 π/4 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദി ആൻസർ.